नहीं नहीं ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. ഇനി ഞാനിത് വിശദീകരിക്കണം. നമ്മളെ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാക്കിയത് കള്ള സനദാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യം ഇനി ഹിന്ദി അറിയാത്തവർക്കും എല്ലാവർക്കും ഇനി അതിന്റെ ആവശ്യമില്ല. ഇനി അങ്ങനത്തെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. ഇനി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത്, അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് അതിന്റെ മുമ്പ് കുറച്ച് ബഡായി ഒക്കെ വിടുന്നുണ്ട്. നമ്മളെ പകരം എസനി വിടുന്നത് പോലെ ചില ബഡായി ഒക്കെ അദ്ദേഹവും വിടുന്നുണ്ട്. എന്താണ്, പിന്നെ ഇത് പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. എവിടുന്നൊക്കെ? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുപോയ ആള് പള്ളിയിൽ വെക്കുമെന്ന് പറഞ്ഞ് പള്ളിയിൽ വെക്കാതെ വേറെ എവിടെയോ വെച്ചത് കൊണ്ട് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു, നേലുണ്ടായിരുന്നു, തീ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഇയാൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഓക്കെ ഞാൻ സൗദിനെ കൊണ്ടുവരാം, പിന്നെ സനതൊന്നും ഇല്ല, നേര് കാണിച്ചു തന്നിട്ട് തരും, വേണമെങ്കിൽ മേടിച്ചോ എന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അയാളെ കൊണ്ടുവരാം. അതുണ്ട്. അതെങ്ങനെ അതുണ്ട്? റസൂലുള്ള വരെ ആരിൽ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി? അയാൾക്കറിയാം സനത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമ്മൾ AP അബൂബക്കർ മുസ്ലിയാർക്കും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനാണ് തിരിയാത്തത്. അപ്പോ ഇദ്ദേഹം പറയുന്നത് ആ സനത് ഉണ്ട്. ആ സനദിൽ എത്ര ആളാണ്? 15 ആദ്മി. 15 എന്ന് പറഞ്ഞാൽ എത്ര സുഹൃത്തുക്കളെ? ഒന്ന് അവിടെ അടിച്ചേ. അതിന്റെ ഹിന്ദിന്റെ അർത്ഥം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ആ റൂമില്. 15 എന്ന് പറഞ്ഞാൽ എത്ര? എല്ലാവരും ഒരാള് 567 പഠിച്ചോനെ. അതാരാണ്? MP സെയ്ദ്. MP സെയ്ദ് 567 അടിക്കും. MP സെയ്ദ് ചിലപ്പോൾ 768, 7185 എന്നൊക്കെ അടിക്കും. കാരണം ആ മുടിവെള്ളം കുടിച്ചതിന്റെ ചെറിയ ക്ഷീണം ഉണ്ടാവുകയെ. അപ്പോ ഇതൊരു പോയിന്റ് ആണ് സുഹൃത്തുക്കളെ. മുടി കൊടുത്ത സാക്ഷാൽ മുടി ദാതാവായ ഹോൾസെയിൽ ഡീലറായ AP അബൂബക്കർ മുസ്ലിയാരുടെ മുറബിയായ ഷേഖായ ജാലിയ വാല പറയുന്നു 15 ആള്. സനദില് 15 ആള്. 15 ആദ്മി 15 ആള്. നേരത്തെ 14 നൂറ്റാണ്ടെന്നൊക്കെ എഴുതിയവർക്ക് ഇതിന്റെ അർത്ഥവും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 15 അതല്ല ഇനിയിപ്പോ നമ്മളെ പേരോട് ഉസ്താദ് 43 40 എന്ന് പോലെ 15. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ഒന്നുമല്ല. 15. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മജീദ് മുസ്ലിയാരും അതുപോലെ തന്നെ സ്വാലിഹ് സഖാഫിയും അതുപോലെ തന്നെ തെറ്റു മനസ്സിലാക്കിയത് തിരുത്തിക്കൊണ്ട് സമസ്തയുടെ പാന്താവിലേക്ക് മടങ്ങിയ നമ്മുടെ ബഹുമാനപ്പെട്ട മലയമ്മ സഖാഫിയും കൂടി ഉണ്ടാക്കിയ ആ കള്ള സനദിൽ പലർക്കും ഇമെയിൽ വഴിയും ഫേസ്ബുക്ക് വഴിയും കിട്ടിയ ആ കള്ള സനദ് ഉണ്ടല്ലോ. ഒന്നാമത്തെ നമ്പർ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ, രണ്ടാമത്തെ ജാലിയ വാല, ഇങ്ങനെ പോയിട്ട് അവസാനം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വരെ എത്തുന്ന ആ സനദ് ഉണ്ടല്ലോ. അതിൽ 46 പേരുണ്ട്. ഇയാള് പറയുന്നത് ഇയാളെ 15 ആളേ ഉള്ളൂ എന്ന്. ഈ 15ഉം 46ന്റെ ഇടയിലുള്ള ഈ ആളുകളൊക്കെ എവിടുന്ന് വന്നു? ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരെ മറുപടി പറഞ്ഞേ പറ്റൂ. മൈക്ക് റിലീസ് ചെയ്യുന്നു. SKS വീരിങ്ങല്ലൂർ മൈക്കിലേക്ക് വരിക. 15 आदमी का आप लिख के दे देंगे ना मुझे? अच्छा बागदाद में उसका नाम है इंडिया वाले जलालुद्दीन से पहचान है और मालिक के सर मजार को भी बोलेंगे ना बागदाद में तो बताएगा. अच्छा ओके. അവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് സുഹൃത്തുക്കളെ. ഈ 15 മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അതിന് നമുക്ക് ആ സനദ് എടുത്തേ പറ്റൂ. ആ സനദിനെ എടുക്കണം. ഒരു സെക്കൻഡ് സുഹൃത്തുക്കൾ, ഞാൻ ആ സനദ് ഒന്ന് എടുത്തോട്ടെ. നമ്മളെ AP അബൂബക്കർ മുസ്ലിയാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ സനദ് ഞാൻ എടുത്തോട്ടെ. ഇവിടെ ഞാൻ പെട്ടെന്ന് തീർക്കാണ്. കാരണം നമുക്ക് നൗഷാദ് ഹസന്റെ ക്ലിപ്പൊക്കെ വരാനുണ്ട്. അതൊക്കെ ഒരുപാട് ആളുകൾ കാതോർത്തിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇതിനോട് തീർന്നു. വേറെ കാര്യമായിട്ട് പോയിന്റുകളൊന്നും ഇപ്പൊ പറയുന്നില്ല. കാരണം പണ്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് ആവർത്തന വിരസത വരുത്തുന്നില്ല. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ മുമ്പ് വിട്ടുപോയ ഒരു പോയിന്റ് വീണ്ടും പറയുകയാണ്. ഇയാൾ പറഞ്ഞല്ലോ 15 ആള് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ പറയുന്നുണ്ട് ഇത് ഇയാൾക്ക് കൊടുത്തത് ഇയാളുടെ ഉപ്പാപ്പ, ഇയാളുടെ ഉപ്പാപ്പയായ ഉസ്മാൻ ജലാലുദ്ദീൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല സുഹൃത്തുക്കളെ. ഉസ്മാൻ ജലാലുദ്ദീൻ എന്ന് പറഞ്ഞാൽ ആള് ചില്ലറക്കാരനൊന്നല്ല. ആര് നിസാരപ്പെടുത്തരുത്. നമ്മുടെ നൗഷാദ് ഹസനി പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ആര് നിരാശപ്പെടുത്തരുത്. ഇയാളുടെ ഉപ്പാപ്പയാണ് ഇയാൾക്ക് മുടി കൊടുത്തത്. ആ ഉപ്പാപ്പ ഇപ്പൊ ഉള്ളത്
ആ ഉപ്പാപ്പ ഇപ്പൊ ഉള്ളത് ബാഗ്ദാദിലാണ്. ആര് ബാഗ്ദാദിൽ പോയിട്ട് എന്ത് ചോദിക്കണമെന്ന് അറിയോ? ഇന്ത്യവാല ഉസ്മാൻ ജലാലുദ്ദീൻ, ഇയാൾ ഉപ്പാപ്പാന്റെ പേരാണ്. ഇന്ത്യവാല ഉസ്മാൻ ജലാലുദ്ദീൻ. ഇപ്പാണ് നല്ല യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ ഇടക്ക് അമേരിക്കൻ പട്ടാളക്കാരോട് ചോദിച്ചാലും പറയും, ആ നാട്ടുകാരോട് ചോദിച്ചാലും പറയും, വെള്ളത്തിന്റെ അടിയിൽ മക്ബറയുള്ള ഉസ്മാൻ ജലാലുദ്ദീൻ, ഇന്ത്യവാല ഉസ്മാൻ ജലാലുദ്ദീൻ കോൻ ഹേ എന്ന് ചോദിച്ചാൽ അപ്പം കിട്ടും മറുപടി. ഏതായിരുന്നാലും നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഉസ്മാൻ ജലാലുദ്ദീൻ എവിടെ? ഇവരുടെ സനദ് ഞാൻ വായിക്കാം. അഷേഖ് അബൂബക്കർ അഹമ്മദ് അൽ മലൈബാരി, രണ്ടാമത്തെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല, മൂന്നാമത്തത് അസ്സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അബ്ദുൽ ഖാദിർ അൽ ജീലാനി. പിന്നെ അവിടുന്ന് അങ്ങനെ ഖാദിരിയ തരീഖത്തിലെ സിൽസില അല്ലേ, പുട്ടിന് തേങ്ങ ഇട്ടതുപോലെ അങ്ങോട്ട് കേറ്റുകയല്ലേ. അപ്പോ 15 3 പ്രാവശ്യം പറഞ്ഞ് അപ്പൊ 45 ആകും എന്ന് മസ്നവി ഉസ്താദ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതായിരുന്നല്ല ആ രീതിയിൽ പോയാലും കുടുങ്ങും. ആ രീതിയിൽ പോയാലും ഇൻഷാ അല്ലാഹ് കുടുങ്ങും. 15 + 15 + 45 ആയാലും പ്രശ്നമുണ്ട്. അങ്ങനെ ഒന്നും രക്ഷപ്പെടൂല. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. SKS വരുന്നതിനോട് മൈക്കിലേക്ക് വരിക. अच्छा 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 ओके। अभी उसका मजमूआ ना अब 1400 साल हो गया, 32 हिजरी का है। अच्छा अच्छा ओके ओके ओके। 1400 साल का हो तो डुप्लीकेट बना ले रहे इसका, कहा यहाँ से आया। इसके लिए हम लोग उसको देखते थे, खाली लिख के देखते हैं कि भाई हमारे को फलाने बुजुर्ग से होके हमारे पास आया है। अच्छा चेक कर लो, इसमें छाया नहीं है। अच्छा मैं बता दें ആ 14 എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് കൈവൊക്കെ. ആ 14 എന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി? ഓ എന്തൊക്കെ ആയിരുന്നു സുഹൃത്തുക്കളെ. എന്നെ ഫോൺ വിളിയാണ്. നിങ്ങൾ അതിന് കൃത്രിമം കാണിച്ചു, നിങ്ങൾ അതിന് അർത്ഥ വ്യത്യാസം വരുത്തി. ഞാൻ പറഞ്ഞു പഠിച്ചോനെ എന്താണ് സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞോളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ക്ലിപ്പിംഗ് പരിപാടി, ആളുകൾ ഇങ്ങനെ ഇതാക്കുന്ന പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല സുഹൃത്തുക്കൾ. ഇത് സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എങ്ങനെ വിളിച്ചോ അതുപോലെ നിങ്ങൾ കേൾപ്പിച്ചു. ഉടനെ തന്നെ പിറ്റേന്ന് ഒരാൾ ഫോൺ വിളിച്ചു, ഒരു മൂത്ത എപ്പിക്കാരനാണ്. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ നല്ല ബന്ധത്തിൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അതിലങ്ങനെ ഒരു കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വിശദീകരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അയാൾ 14 സാൽ എന്നാണ് പറയുന്നത്, 14 സാൽ എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ അത് 1400 സാലിനാക്കി. ഞാൻ പറഞ്ഞു പഠിച്ചോൻ അങ്ങനെ ഉണ്ടോ? ആ വൺസ് അഗൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ SKSF ഇരിങ്ങല്ലൂർ അത് കുറച്ചും കൂടി ഒന്ന് ബാക്കോട്ട് എടുക്കാട്ടാ. ഇപ്പൊ ഇട്ടത് വീണ്ടും ഇടേണ്ടി വരും. ഇപ്പൊ ഇടേണ്ടത് വീണ്ടും ഇടേണ്ടി വരും. അപ്പോ 1400 സാൽ ആ ഫ്രണ്ട് ടോൾ നേരത്തെ അടിച്ചത് കൊണ്ടും അതുപോലെ തന്നെ എന്റെ മറ്റൊരു സുഹൃത്ത് ഇതിലിപ്പോ ഉണ്ടാവും, പല ഐഡിയിലും വന്ന് ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹം കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വലിയ കാര്യം കണ്ടുപിടിച്ച് എനിക്ക് തന്നെ വിളിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സുഹൃത്തെ, ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് 14 സാൽ എന്നുള്ളത് ഞാൻ 1400 സാലിനാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പ് ഇടുമ്പോൾ ഞാൻ പരസ്യമായിട്ട് മുഴുവൻ ആളുകളോടും എനിക്കത് തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം എന്ന് ഞാൻ പരസ്യമായിട്ട് പറയും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, അന്ന് ക്ലിപ്പ് ഇടുമ്പോൾ ഉണ്ടായ ഏതെങ്കിലും ഒരാള് വന്നിട്ടില്ലെങ്കിലോ അദ്ദേഹം തെറ്റിദ്ധരിച്ചില്ലേന്ന്. ഏത് ഇവിടെ സനദിൽ 46 ആളുണ്ട്, ഇയാളെ സദനിൽ 15 ആളേ ഉള്ളൂ. അതുപോലെ വേറെ ഇഷ്ടംപോലെ പോയിന്റുകൾ നോട്ട് ചെയ്യാനുണ്ട്. ഇവരുടെ സനദിലുള്ളത് വേറൊരാളാണ്, ജീലാനി തരീഖത്തിലെ ഒരാളാണ്. ഇയാൾ പറയുന്നത് എനിക്ക് മുടി വന്നത് ഉസ്മാൻ ജലാലുദ്ദീൻ ആണ്. ഇങ്ങനെ ഒരുപാട് പോയിന്റുകൾ കിടക്കുമ്പോൾ ഇവർ ഒരു 14ന്റെ 1400 സാലിന്റെ ബാക്കിൽ കൂടി. ഏതായാലും അത് ആ ഭാഗം ഒന്നും കൂടി കേൾപ്പിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോവുക. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് 1400 സാൽ. ഉറുദു പഠിക്കുക, ഹിന്ദി പഠിക്കുക, പഠിക്കാതെ ഇറങ്ങിത്തിരിക്കരുത്. 1400 സാൽ എന്ന് പറഞ്ഞാൽ 14 നൂറ്റാണ്ട് എന്നാണ്. അതല്ല 14 വർഷം എന്നാണ് പറയേണ്ടതെങ്കിൽ 14 സാൽ അത്ര മതി. അതിന്റെ ഇടയ്ക്ക് പിന്നെ കുത്തും പുളി സ്റ്റോപ്പും കോമിയും ഒന്നും വേണ്ട. 14 സാൽ. ഒന്നും കൂടി കേട്ടുക മൈക്ക് റിലീസ് ചെയ്ത്. अच्छा 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 लेकिन सिलसिला नहीं है।
फलाने मामले को लेकर लिख के देता है कि आपने वहाँ रखने का है, हमारे को ले जाने के, हम लिख के देते कि आपको ये शेयर में हमने दिया। नहीं, पूरा पूरा रसूल हुजूर सल्लल्लाहु अलैहि वसल्लम तक पहुंचने वाला पूरा सिलसिला नहीं है क्या? आए पर वो बोलते हो ना कि वो आए कहाँ से आया था, किसका है, किसका है, 15 आदमी का नाम है उसमें। वो है आपके पास? हाँ वो दे देंगे आप? नहीं तो एक ही है ना, वो कैसे दे सकते? नहीं नहीं, वो 15 आदमी का आप लिख के दे देंगे ना मुझे? मजबूर बने के भाई यहाँ से ओके आ गया, हमारे तक पहुंचा है, हमारे दादा को पहुंचा, उसकी हमारे दादा की मजा रहे ना बगदाद में। अच्छा अच्छा, बागदाद में। वो उसका नाम है इंडिया वाले जलालुद्दीन से पहचान है, और पानी के अंदर मजार को भी बोलेंगे ना बगदाद में तो बताएगा। अच्छा 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 अच्छा, ओके। मजार है वहाँ पाकिस्तानी के अंदर में, जहाँ पे रोजा आपके साथ जिलानी के रोजे के पूछे। अच्छा 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 अच्छा, ओके। अभी उसका मजबूर है ना, अब 1400 साल हो गया, 32 हिजरी का है। अच्छा अच्छा, ओके ओके ओके। 1400 साल का वो तो डुप्लीकेट बना ले रहे इसका, कहा यहाँ से आया, इसके लिए हम लोग उसको देखते हैं, खाली लिख के देखते हैं कि भाई हमारे को फलाने बुजुर्ग से होके हमारे पास आया है। अच्छा डुप्लीकेट कर लो, इसको छाया नहीं है। अच्छा, मैं बता देंगे उसको, कोई मुश्किल नहीं है। मैं ഇനിയും അതിലാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ആ പഴയ സുഹൃത്തുകാരൻ, നാട്ടുകാരൻ എന്നുള്ള ഐഡിയയിലുള്ള ആ സുഹൃത്ത് ഇവിടെ ഉണ്ടെങ്കിൽ, എന്റെ പഴയ സുഹൃത്തുകാരൻ, അതുപോലെ ഫ്രണ്ട് ടു ഓള് 1400 സാൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റാരും ടെക്സ്റ്റ് അടിക്കല്ലേ, ഫ്രണ്ട് ടു ഓൾ. ഇനി നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടോ? അയാൾ 1400 സാൽ എന്നാണോ പറഞ്ഞത്, അല്ല 14 സാൽ എന്നാണോ പറഞ്ഞത്? ഇനി നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട് ടു ഓൾ ടെക്സ്റ്റ് അടിക്കണം. പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് അടിച്ചാൽ ഫ്രണ്ട് ടു ഓൾ. പോയോ? ആള് മുങ്ങിയോ? ഫ്രണ്ട് ടു ഓൾ, ആള് മുങ്ങിയോ? പോയോ? ഫ്രണ്ട് ടു ഓൾ. അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങളൊന്ന് സ്വീപ്പാക്കിയും യൂട്യൂബിൽ നിന്ന് കേട്ടു 14 സാലിന്. സാരമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഫ്രണ്ട് ടു ഓൾ. അങ്ങനെ നിങ്ങളോട് ഒരു വിരോധമോ വിദ്വേഷമോ അങ്ങനെ ഒരു നിങ്ങളെ സ്വീപ്പാക്കുന്ന പരിപാടിയുള്ള, നിങ്ങൾ അവിടെ കേട്ടത് പേച്ചായിരിക്കും. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണമെന്ന് പറയും? ഫ്രണ്ട് ടു ഓൾ. ഇനി 1400 സാൽ അല്ലെങ്കിൽ 14 സാൽ അങ്ങനെ എന്ത് പറഞ്ഞാലും അവിടെയും പിടിക്കാൻ കഴിയില്ല. കാരണം എന്താണല്ലോ, അദ്ദേഹം രണ്ടാമതൊരു കാര്യം കൂടി പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? 32 ഹിജറി ഹിജറ 32. സുഹൃത്തുക്കളെ, ഇപ്പൊ ഹിജറ എത്രയാണ് വർഷം? ഫ്രണ്ട് ടു ഓള് DC ആയോ? ഹിജറി 32. ഇപ്പൊ എത്രയാണ് വർഷം? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിജറ 1433. അപ്പൊ 1400 വർഷം ബാക്ക് ഫ്രണ്ട് ടു ഓള് സംഭവം പിടിയിട്ടേ ചോദിക്ക്. ഫ്രണ്ട് ടു ഓള് നിങ്ങൾക്ക് സത്യം മനസ്സിലായ സുഹൃത്ത്? നമ്മൾക്ക് സത്യം മനസ്സിലാകണമെന്ന് മാത്രമേ ഉള്ളൂ ഹബീബെ. എന്റെ ഫ്രണ്ട് ടു ഓള് നാട്ടുകാരൻ എന്നുള്ള ഐഡിയയിലുള്ള എന്റെ ആ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂനാഫിലെ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോടും നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൽ തുടർന്നോളൂ, പക്ഷെ സത്യം മനസ്സിലാക്കണം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സത്യം മനസ്സിലാക്കണം. ഫ്രണ്ട് ടു ഓള് നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആയോ? അദ്ദേഹം 1400 സാലിന് വീണ്ടും ആവർത്തിച്ചതിന് ശേഷം 32 ഹിജറി എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, ഏതായിരുന്നാലും മൈക്ക് റിലീസ് ചെയ്യുന്നു. സത്യം അംഗീകരിക്കാൻ പലപ്പോഴും പലർക്കും വിഷമമാണ്. ഏതായിരുന്നാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലിപ്പിലേക്ക് പെട്ടെന്ന് പോവുക. ഇൻഷാ അല്ലാഹ്.